بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد أشهد أن لا إله إلا الله وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله എല്ലാവരും സ്വലാത്തല്ലേ അഷ്ഹദു അന്ന سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون പെരിപ്പം പടപ്പെല്ലാം ഒരു മുത്താലേ പെരിയോനമൈത്ത് തൻ കുദ്റത്താലേ അരിപ്പം മീകും ആലം അർവാഹക്കി ആലം മിസാൽ ആലം അജ്സമക്കി അരശ് പുരയുന്തലം ഇൻസാനാക്കി അതിയിൽ അനേകം സിററിവുമാക്കി ഉരയും മിനന്നസുതിൽ ജംഹൂതി ഉഗമേ പല ഗൈബ കിന അലത്തിൽ ആക്കി അഹ്മദും മുഹമ്മദും അരിമതിരുപേർ ബെത്തവൻ പുകഴ്ന്നേ ആക്കം അർവാഹും പല ഖൽഖിലേ അവരാൽ ഗുണം കിട്ടി സർവദിലേ വഅലമു ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് اللهم صل وسلم ചെല്ലുമോനെ اللهم صل وسلم وبارك عليه الله صلاة ഖബൂലാക്കണേ അല്ലാഹ് ഖബൂലാക്കണേ അല്ലാഹ് ബദരീങ്ങളുടെ നേതാവാര ഏറ്റവും വലിയ നേതാവാര സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കി അഹ്മദും മുഹമ്മദും അരിമാതിരുപേർ ബെത്തവൻ പുകഴ്ന്നേ ഒരുപാട് പേരുണ്ട് റസൂലുള്ളാഹിക്ക് ഒരുപാട് പേരുണ്ട് അതിലേറ്റവും വലിയ പോരിഷമുള്ള പേരെന്താണെന്നറിയോ ആ പേരാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പേര് നേരെ പറഞ്ഞ ഒരു പേരാണ് എന്ത് മുഹമ്മദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة മുഹമ്മദ് എന്ന പേര് ഖുർആനിൽ പറഞ്ഞ ഒരു പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ ആ പേര് വലിയ ബറക്കത്തുള്ള പേരാണ് ആ പേര് സ്വന്തം കിടാക്കൾക്ക് മക്കൾക്ക് ആ പേരിട്ടാൽ വലിയ ബറക്കത്താണ് ഒരുപാട് ശർറിൽ നിന്നും മുസീബത്തിൽ നിന്നും കാവലാണ് ആ പേര് കൊണ്ട് തവസ്സുലാക്കിയാൽ അതും വലിയ കാവലാണ് ആ പേരുടയ ആളായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പലരും തവസ്സുലാക്കിയിട്ടുണ്ട് അവിടുത്തെ ഉപ്പാപ്പ അവിടുത്തെ ബാപ്പാന്റെ വാപ്പ ആ വാപ്പാന്റെ വാപ്പാടെ പേരെന്താ നിങ്ങൾക്ക് ഇടക്കിടക്ക് ഉത്തരം പറയാം തെറ്റിയാൽ തപ്പു ആയാൽ കുഴപ്പമൊന്നുമില്ല റസൂലുള്ളാഹിന്റെ വാപ്പാടെ പേരെന്ത്
എന്ത് ഉറക്കം ശരിയാണ്. ആര്? അബ്ദുൽ മുത്തലിബ്. ആര്? അബ്ദുൽ മുത്തലിബ് റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു. ആ അബ്ദുൽ മുത്തലിബ് ലോകത്തിലെ ഏറ്റവും ബറക്കത്തുള്ള ഉപ്പാപ്പയാണ്. ആ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ അങ്ങനെ പിടിച്ചിട്ട് കഅബത്തിൽ കൊണ്ടുപോയിട്ട് ചെറിയ കുട്ടിയായ റസൂലുള്ളാഹിനെ എടുത്ത് റസൂലുള്ളാഹിനെ പെറ്റപ്പ തന്നെ എടുത്ത് അതിന്റെ ശേഷവും പലവട്ടം എടുത്ത് കഅബത്തിൽ ചെന്നിട്ട് ഇങ്ങനെ يستسقى الغمام بوجهه ثمال اليتامى عصمة للأرامل. മക്കയിൽ അന്ന് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. മഴയില്ലാത്തത് കൊണ്ട് ചെടികളൊക്കെ ഉണങ്ങിപ്പോവാണ്. ഒട്ടകത്തിന് തിന്നാൻ എന്തില്ല, പുല്ലില്ല. ഭൂമിയാകെ ഉണങ്ങിപ്പോയി. ഒട്ടകത്തിന്റെ അകടില് പാലില്ല. ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങൾ, അന്നത്തെ വലിയ ഭക്ഷണമാണ് ഒട്ടകത്തിന്റെ പാല്, ഒട്ടകത്തിന്റെ ഇറച്ചി. അന്നത്തെ മനുഷ്യന്മാർക്ക് ഭക്ഷണമില്ല, വലിയ പട്ടിണിയായ സമയത്ത് ഈ ഉപ്പാപ്പാടെ പേരെന്താ? അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പ ഈ കുഞ്ഞിനങ്ങനെ എടുത്തിട്ട് റസൂലുള്ളാഹിനെ എടുത്തിട്ട്, ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള കുട്ടിയല്ലേ മുഹമ്മദ് മുസ്തഫ, ആ റസൂലുള്ള ആയപ്പോൾ ഏറ്റവും വലിയ ബറക്കത്തുള്ള ചെറുപ്പക്കാരൻ ആരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചെറിയ കുട്ടിയായ റസൂലുള്ളാഹിനെ എടുത്തിട്ട് മുഹമ്മദ് എന്ന മോനെ എടുത്തിട്ട് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ആ പേരിങ്ങനെ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി പേരിങ്ങനെ പറഞ്ഞാൽ നമ്മളെ ഖൽബ് നന്നാകും. അല്ലാഹ്, യാ അല്ലാഹ്, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പരിപാടിയിൽ പ്രസംഗിക്കുന്ന എന്റെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഇവിടെ വന്ന മുഴുവൻ മുഅ്മിനീങ്ങളായ ആണുങ്ങളുടെയും മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളുടെയും ഖൽബ് റസൂലുള്ളാഹിനെ കൊണ്ട് നന്നാക്കണേ അല്ലാഹ്. മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മൗത്തിന്റെ നേരത്ത് പുഞ്ചിരിക്കുന്ന റസൂലുള്ളാഹിയുടെ മുഖം ഞങ്ങൾക്ക് കണ്ടിട്ട് സന്തോഷത്തോടെ മൗത്താകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചെല്ല് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. നബിയുനാ അൽ ആമിറു നഹി ഫലാ അഹദുൻ അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. ചല്ല് മൗലായ സ്വല്ലി أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. ഇപ്പൊ എനിക്ക് ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കാൻ അറിയില്ലേ? അറിയും. ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് മുനീർ ഉസ്താദിന് ഫാത്തിഹ സൂറത്ത് ഓതി ദ്വാരക്കാൻ അറിയില്ലേ? അറിയും. ഇതിനെന്തിനാ തങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കൾ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുള്ളിയ കുഞ്ഞിക്കോയ തങ്ങൾ ഉസ്താദ് അവർ.
ഓതാനും ദ്വാരക്കാനും അറിയാത്തോണ്ടല്ല, അവര് കൈപൊക്കിയാൽ അതിനൊരു ബറക്കത്ത് വേറെയാണ് ഇൻഷാ അല്ലാഹ്. അതിനൊരു ഇജാബത്ത് വേറെയാണ്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും ആ മക്കളെ പരമ്പര എന്ന് എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. ഹദീസിലേക്ക് പോണ്ട, ഖുർആനിൽ തന്നെ ഉണ്ട്, ഹദീസിൽ വേറെയുണ്ട്. ആ റസൂലുള്ള ഈ കുട്ടികളെ, ഈ പുള്ളികളായ അഹ്ലു ബൈത്തിന്റെ ഉപ്പാപ്പ ആരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ കിടാവായപ്പോ ആ കുഞ്ഞിനെങ്ങനെ വാരിയെടുത്തിട്ട് ഉപ്പാപ്പയായ റസൂലുള്ളാന്റെ ബാപ്പാന്റെ വാപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവര് കഅബത്തുങ്കൽ ചെന്നിട്ട് ഇങ്ങനെ പറയാണ്, അല്ലാഹുവിനോട് പറയാണ്. എന്താ പറയുന്നത്? സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഒരു ബൈത്താണത്. വഅബിയാദ യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി യുസ്തസ്ഖൽ ഗമാമു, മേഘത്തിൽ നിന്ന് മഴ വരും. ബിവജ്ഹിഹി, റസൂലുള്ളാന്റെ മുഖം കണ്ടാൽ ആ മുഖം ബറക്കത്താക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം ആകാശത്തിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ, ആ മുഖം കണ്ടാൽ ആകാശം മേഘാവൃതമാവുകയാണ്. ആ പുള്ളിയായ അതേ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകന്റെ മകനായ റസൂലുള്ളാഹിനെ പറ്റി, മുഹമ്മദ് എന്ന കിടാവിനെ പറ്റി ഉപ്പാപ്പ പറയാണ്, ഹിമാരുൽ യതാമാ, ഈ യതീമുകളുടെ സംരക്ഷകനാണ് എൻ്റെ ഈ കുട്ടി. ചെറിയ കുട്ടിയായപ്പോ തന്നെ, ചെറിയ കിടാവായപ്പോ തന്നെ ഉപ്പാപ്പ പറയാണ്, അബ്ദുൽ മുത്തലിബ് എന്ന ബറക്കത്തുള്ള ഉപ്പാപ്പ ചൊല്ലാണ് എന്ത്? ഹിമാലുൽ യതാമാ, ഈ യതീമുകളുടെ സംരക്ഷകനാണ്. ഇസ്മത്തുൽ അറാമിൽ, അറാമിൽ എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദേ അർത്ഥം? അർമിലത്ത് എന്ന അറബി വാക്കിന്റെ ബഹുവചനമാണ്. ഏത്? അറാമിൽ. അതായത് ഭർത്താവില്ലാത്ത പെണ്ണുങ്ങൾക്ക് എല്ലാ സംരക്ഷണം, ഭർത്താവില്ലാത്ത പെണ്ണുങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവൂല. അങ്ങനെ സംരക്ഷണം ഇല്ലാത്തവരുടെ സംരക്ഷകനാണ് ആര്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൂണ്ടിയിട്ട് റസൂലുള്ളാഹിനെ കാണിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പ അതേ കഅബത്തുങ്കൽ വന്നിട്ട് ഇങ്ങനെ ദുആർന്നാൽ ഒന്നും പറയണ്ട, റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മഴ റെഡിയാണ്. അല്ലാഹ്, ഞങ്ങൾക്കിപ്പൊ ചോദിക്കാനുള്ളതും അതാണ്. എന്ത്? ആ നേതാവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ബേജാറുകളെല്ലാം റാഹത്താക്കണേ അല്ലാഹ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് മഹാരാഷ്ട്രയിൽ ഒരു ദർഗ, അതെ അജ്മീർ ഖാജ തങ്ങളെ പുള്ളികളിൽപ്പെട്ടൊരു മഹാന്റെ ദർഗ, അത് കുറെ നശിപ്പിച്ചു, കേടുവരുത്തി. പത്രങ്ങളിലൊക്കെ വന്നതാണ്, സിറാജ് പത്രത്തിൽ വന്നതാണ്. അവിടെയുള്ള പച്ച കൊടി, ആ പച്ച ഫ്ലാഗ്, ധ്വജ, പച്ച കളറിലുള്ള ധ്വജ അവിടെ നിന്നാണ് ഒഴിവാക്കിയിട്ട് അവിടെ കാവി കളറിലുള്ള ധ്വജ വെച്ചു. യാ അല്ലാഹ് അഹ്ലിക്കിൽ മുശ്രിക്കീന വൽ കാഫിരീൻ. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിനെ തവസ്സുലാക്കിയിട്ടാണ് നമുക്ക് ദുആ എടുക്കാനുള്ളത്. ആ ദുആക്ക് ഇജാബത്ത് കിട്ടും, ഉറപ്പാണ്.